ആധികാരികമെന്ന മട്ടിൽ ഇതുപോലെ വെല്ലുവിളിച്ച് ഒരു മുഖ്യമന്ത്രി പറയാമോ? അദ്ദേഹം മുഖ്യമന്ത്രിയാകണം. പ്രതിപക്ഷ നേതാവിന്റെ ശരീരഭാഷയും വെല്ലുവിളികളും അല്ല വേണ്ടത്, മുഖ്യമന്ത്രിയാകണം. ഇബിനാണ് മറുപടി പറയേണ്ടത്. ഈ കല്ലുവെച്ച നുണ സത്യമെന്ന മട്ടിൽ അവതരിപ്പിക്കാനുള്ള അസാധാരണ സിദ്ധി നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്ന് നേരത്തെ പറയുകയുണ്ടായി. പക്ഷേ എല്ലാവരും പഠിച്ച് പറയുന്ന ആൾ എന്ന് സ്വയം പറയുകയും എല്ലാവരാലും പറയിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴെങ്കിലും പറയുന്ന കാര്യങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്താനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം ഭരണഘടനാപരമായി തന്നെയുണ്ട്. നേരത്തെ ഇരുന്ന കസേരയ്ക്കകത്തല്ല അദ്ദേഹം ഇരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് ചേർന്ന പ്രതികരണമായിരുന്നില്ല ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയത്. അദ്ദേഹം നിങ്ങളെ തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടായി. ദേശാഭിമാനി 5-ാം തീയതി വാർത്ത വിട്ടു, നിങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. എവിടെ നിന്നാണ് ദേശാഭിമാനിയുടെ സോഴ്സ്? ദേശാഭിമാനിയുടെ സോഴ്സ് ഗവൺമെൻറ്റാണ്. അപ്പോൾ 5-ാം തീയതി ജൂൺ 5-ന് കിട്ടി. അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് അപ്പോൾ മുഖ്യമന്ത്രി ദേശാഭിമാനി മാത്രമേ വായിക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് അതിന് മുൻപ് ജൂൺ 3-ന് വന്ന മാതൃഭൂമി പത്രമാണ്. ജൂൺ 3-ാം തീയതി വന്ന മാതൃഭൂമി പത്രമാണ്. അപ്പോൾ ഈ മാതൃഭൂമി പത്രത്തിൽ അദാനി കമ്പനിയിൽ MSCക്ക് ഓഹരി പങ്കാളിത്തം പരിഗണനയിൽ, ഈ വാർത്ത ജൂൺ 3-ന് മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട്. അതിന് മുൻപ് അതിൻ്റെയും സോഴ്സ് അപ്പോൾ ഗവൺമെൻറ് ആണോ അതിൻ്റെ സോഴ്സ്? അന്നത്തെ ഗവൺമെൻറ്. അതിന് മുൻപ് ജൂൺ 1-ന് തന്നെ ET എക്കണോമിക് ടൈംസിൻ്റെ ഇൻഫ്രയിൽ ജൂൺ 1-ന് തന്നെ ഈ വാർത്ത വളരെ വിശദമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ അടിസ്ഥാനരഹിതമായ കാര്യം കഴിഞ്ഞ ഗവൺമെൻറ് എന്തോ ചെയ്തു വെച്ചു, അത് ദേശാഭിമാനിയിൽ മാത്രം വന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും നിങ്ങളുടെ വെല്ലുവിളിക്കുന്നതൊക്കെ നിങ്ങൾ കാണുകയുണ്ടായല്ലോ, മറ്റാർക്കും കിട്ടിയില്ലല്ലോ. അപ്പോൾ നിങ്ങളാരും സ്വാഭാവികമായിട്ട് പെട്ടെന്ന് നോക്കുന്നത് ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ ഇതെല്ലാ പത്രങ്ങളിലും നേരത്തെ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആ രൂപത്തിൽ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? 2, ഓഹരി കൈമാറ്റത്തിലുള്ള വ്യവസ്ഥകൾ കൺസെഷൻ കരാറിനകത്തുണ്ടല്ലോ, കരാറിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഓഹരി കൈമാറ്റത്തിനുള്ള വ്യവസ്ഥകൾ നിലനിൽക്കുന്നതിനെ സംബന്ധിച്ചല്ലല്ലോ തർക്കം. ഓഹരി കൈമാറ്റത്തിൻ്റെ കരാറിൽ ഏർപ്പെടുന്നതിന് മുൻപ് പ്രയർ പെർമിഷൻ എന്നാണ് 5.3 പറയുന്നത്. പ്രയർ പെർമിഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വായിക്കുന്ന ആളാണല്ലോ, മുൻകൂട്ടി അനുമതി വേണം എന്നാണ് അതിൻ്റെ ലളിതമായ മലയാളം. അപ്പോൾ മുൻകൂട്ടി അനുമതി ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അവർ കൊടുക്കാൻ ആലോചിക്കുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളെ വരുന്നുള്ളൂ. എന്നാൽ ഇതിൽ പറയുന്നു ദ ഡേറ്റ് ഓൺ വിച്ച് ദ എഗ്രിമെന്റ് ഫോർ സെയിൽ ഹാസ് ബീൻ എൻറ്റേഡ് ഇൻ ടു ജൂൺ 29, 2026. ഇത് അദാനി സെബിക്ക് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ജൂൺ 29, 2026 ഡേറ്റ് ഓൺ വിച്ച് ദ എഗ്രിമെന്റ് ഫോർ സെയിൽ ഹാസ് ബീൻ എൻറ്റേഡ് ഇൻ ടു. അപ്പോൾ 29-ന് ഒപ്പുവെച്ചു എഗ്രിമെന്റിൽ, 30-നാണ് ഇത് സെബിക്ക് കൊടുക്കുന്നത്. എന്നാൽ സ്വാഭാവികമായിട്ട് നിയമാനുസൃതമായിട്ടുള്ള അനുമതി വേണമെന്ന് അവർ സൂചിപ്പിക്കേണ്ടി വരും. പക്ഷെ പ്രയർ പെർമിഷൻ ഉണ്ടോ? ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പ്രയർ പെർമിഷനിൽ വരാത്തതാണ് പ്രശ്നം. അല്ലാതെ കരാറിൽ ഇവർക്ക് കൊടുക്കാതിരിക്കാൻ വ്യവസ്ഥയുണ്ടോ, കരാർ കൈമാറ്റം ചെയ്യാതിരിക്കാൻ പാടോ? ഇതെല്ലാം നിലവിൽ കേരളത്തിനകത്തുള്ള കരാറിൽ രാജ്യത്തെ നിയമത്തിനനുസരിച്ച് UDF കാലത്തുണ്ടാക്കിയ കരാറുള്ള വ്യവസ്ഥ തന്നെയാണ്. ഇവർക്ക് പുതുതായി അപ്പോൾ ആ ചർച്ചകൾ നടന്നതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? ജൂൺ മാസത്തിൽ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു MSCയുടെ അവർ വിഴിഞ്ഞം കോൺക്ലേവിൽ വന്നിരുന്നു. വിഴിഞ്ഞം കോൺക്ലേവ് വിഴിഞ്ഞത്തിൻ്റെ അനുബന്ധ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി നടത്തിയതാണ്. ലോജിസ്റ്റിക് പാർക്ക്, മറ്റു കാര്യങ്ങളെല്ലാം വേണം. ഇനി അദാനി ഗ്രൂപ്പിന് 25% മുകളിൽ ഓഹരി കൈമാറ്റം ചെയ്യുന്നതിന് കൺസെഷൻ നിലവിലുള്ള കരാറിനകത്ത് വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പ്രയർ പെർമിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ഞങ്ങൾ അറിയിച്ചില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ളതിൽ. അറിയിക്കാതെ നിങ്ങൾ ഈ കരാറിൽ ഏർപ്പെട്ടതിൽ അസംതൃപ്തി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മറുപടി പറയേണ്ടത്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ MD വന്നത് 28-ാം തീയതി അല്ലേ? MD അല്ലല്ലോ, 18-ാം തീയതി മെയ് 18 ഒരു ഗവൺമെൻറ് വന്നു പുതുതായിട്ട്. മെയ് 4-ന് റിസൾട്ട് വന്നു. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചാണ് ദുരൂഹത ആരോപിക്കപ്പെട്ടത്. അത് സംബന്ധിച്ച് ഇപ്പോഴും അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടില്ല. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ പൂർണ്ണമായിട്ടും വസ്തുതാവിരുദ്ധമാണെന്ന് ഏതൊരാൾക്കും ഇന്റർനെറ്റ് തപ്പിയാൽ 5 മിനിറ്റ് കൊണ്ട് വരെ കിട്ടാവുന്നൊരു കാര്യം മുഖ്യമന്ത്രി കസേര എന്ന ഭരണഘടനാ പദവിക്കകത്തിരുന്ന് ആധികാരികമെന്ന മട്ടിൽ ഇതുപോലെ വെല്ലുവിളിച്ച് ഒരു മുഖ്യമന്ത്രി പറയാമോ? അദ്ദേഹം മുഖ്യമന്ത്രിയാകണം. പ്രതിപക്ഷ നേതാവിൻ്റെ ശരീരഭാഷയും വെല്ലുവിളികളും അല്ല വേണ്ടത്, മുഖ്യമന്ത്രിയാകണം. ഇബിനാണ് മറുപടി പറയേണ്ടത്. എങ്ങനെ പ്രയർ പെർമിഷൻ ഉണ്ടോ? കാരണം എഗ്രിമെന്റിലേക്ക് ഒപ്പിട്ടു എന്നവർ കൊടുത്തിട്ടില്ലേ? നിങ്ങൾ ഈ വ്യവസ്ഥകൾ എന്തെല്ലാം കൊണ്ടുവരും. അല്ലാതെ ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് തർക്കമില്ല, അത് നിയമപരമായിട്ട് കരാറിനകത്തുണ്ട്. ആ കരാർ ഏർപ്പെടുമ്പോൾ പ്രയർ പെർമിഷൻ എന്തിനാ ക്ലോസ് വെച്ചിരിക്കുന്നത്? സംസ്ഥാനത്തിന്റെ താല്പര്യം പൂർണ്ണമായും സംരക്ഷിക്കപ്പെടണം. അപ്പോൾ അത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അദ്ദേഹം വസ്തുതയെ നേരെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി
പൂർണ്ണമായും പ്രസക്തമല്ലാത്ത ഏതെങ്കിലും കാര്യം ഉന്നയിക്കുക താർക്കിക ബുദ്ധി വളരെ ശക്തമായി പ്രയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിശാസ്ത്രം നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കുണ്ട്. പ്രതിപക്ഷ നേതാവാകുമ്പോൾ കൊണ്ടതൊക്കെ അവർ തന്നെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അന്ന് പറഞ്ഞൊന്നും വസ്തുതയ്ക്ക് നിൽക്കാത്തതാണ്, ഇപ്പം അതും ഞങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരല്ല എന്ന് അവരുടെ മന്ത്രിമാർ ഒറ്റയ്ക്ക് ഒന്നിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി ആകണ്ടേ? അപ്പോൾ ഡയറക്ടർ മാറിയല്ലോ എന്നല്ലല്ലോ പ്രശ്നം, അത് ചെറിയൊരു ഭാഗം മാത്രമാണ്. ഗവൺമെന്റ് മാറി, അല്ല ഡയറക്ടർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ? അത് പ്രായോഗികമായ ചില കാര്യങ്ങൾ മാത്രം. രണ്ട്, അദ്ദേഹം പറഞ്ഞു പിണറായി വിജയൻ എത്ര വകുപ്പ് കൈകാര്യം ചെയ്തു? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. IT എന്തിനാ പിണറായി കയ്യിൽ വെച്ചത്? ഇതല്ലേ പറഞ്ഞത്. ഞങ്ങളുടെ കഴിഞ്ഞ ഗവൺമെന്റ് 2006-11 അന്ന് വ്യവസായ വകുപ്പ് മന്ത്രി എളമരം കരീം, അന്നത്തെ IT മന്ത്രി ആരാ? കൊച്ചുകുട്ടികൾക്ക് ഒരു അറിയാലോ, നമ്മുടെ VS അല്ലേ IT മന്ത്രി VS അല്ലേ? ഇനി ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല, കേരളത്തിൽ ആദ്യമായിട്ട് IT ഡിപ്പാർട്ട്മെന്റ് വരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. 96-2001 98 മറ്റാണ് ആദ്യമായിട്ട് IT ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. അത് മുഖ്യമന്ത്രി എന്ന നിലയിൽ നായനാർ തന്നെ ആയിരുന്നു ആ ചുമതല വഹിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ടുള്ള പറയുന്നത് ആദ്യത്തെ ഗവൺമെന്റിന്റെ. പക്ഷെ 2006 ഗവൺമെന്റ് 11 ഗവൺമെന്റ് എല്ലാവർക്കും അറിയാലോ. അതിനകത്ത് പിണറായി വിജയൻ എന്താ പ്രത്യേകമായിട്ട് ഇപ്പോൾ നേരത്തെ വ്യവസായ വകുപ്പിന്റെ കയ്യിലിരുന്നൊരു വകുപ്പ് നേരെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് പിണറായി എടുത്തിട്ട് ആ വകുപ്പ് കൈവച്ചു, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നാണോ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്? വിവരങ്ങൾ നോക്കണ്ടേ? താൻ പറയുന്നത് മുഖ്യമന്ത്രിയാണെന്ന് അറിയണ്ടേ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ MLA-യോ അല്ലെങ്കിൽ അവർ പോലും ഉത്തരവാദിത്വം ഉണ്ടാവും, ജനപ്രതിനിധികളല്ലേ. മുഖ്യമന്ത്രി പറയുമ്പോൾ ഓരോ വാക്കും ഉറപ്പിക്കണ്ടേ? അപ്പോൾ പിണറായി വിജയൻ ആദ്യമായിട്ടാണ് LDF ഗവൺമെന്റ് കാഴ്ചപ്പാടതായിരുന്നു, അത് തുടർന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു പിണറായിക്ക് എന്താ ഇത്രയും വകുപ്പ് ഉണ്ടായല്ലോ. വകുപ്പുകളുടെ പ്രാധാന്യം മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മുടെ ഭരണ നിർവഹണ റൂൾസ് ഓഫ് ബിസിനസ് മുഖ്യമന്ത്രി വായിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ഭരണ സംവിധാനത്തിനകത്ത് 3 സ്വയംഭരണ സംവിധാനമായ വകുപ്പുകളുണ്ട്. 1 ഫിനാൻസ്, 2 നിയമം, 3 പൊതുഭരണം. ഫിനാൻസിലേക്ക് ഇപ്പോൾ നിയമവകുപ്പ് നേരെ PSC നിയമനാണ്, ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മൾ ഇൻഡസ്ട്രി അങ്ങനെയല്ല, അല്ലെങ്കിൽ അഗ്രികൾച്ചർ അങ്ങനെയല്ല, എഡ്യൂക്കേഷൻ അങ്ങനെയല്ല, പവർ അങ്ങനെയല്ല, ലേബർ അങ്ങനെയല്ല. സെക്രട്ടേറിയറ്റ് സ്റ്റാഫിനെയാണ് വയ്ക്കുന്നത്. നിയമവകുപ്പ് നേരെയാണ്, ധനവകുപ്പിലേക്ക് നേരെ എടുക്കുന്നുണ്ട്. പിന്നെ ഏത് വകുപ്പിൽ ആരിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് മറ്റ് വകുപ്പുകളെ സംബന്ധിച്ച് ഒറ്റ വകുപ്പുള്ളൂ, അത് പൊതുഭരണമാണ്. സാധാരണ മുഖ്യമന്ത്രിമാർ കയ്യിൽ വയ്ക്കും, കാരണം എല്ലാ വകുപ്പുകളുടെ ഏകോപനത്തിന്റെ വകുപ്പാണ്. പക്ഷെ ധനകാര്യത്തിൽ ഏത് പുതിയ കാര്യങ്ങൾ വന്നാലും സാമ്പത്തികമായി ബാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാനായി നമ്മുടെ ഭരണ സംവിധാനത്തിൽ ഭരണഘടനാനുസൃതമായി തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള വകുപ്പാണ് ധനവകുപ്പ്. 2 കരാറുകൾ സംബന്ധിച്ച്, പുതിയ നിയമത്തെ സംബന്ധിച്ച്, ഏത് കാര്യങ്ങളെ സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള അഡ്വൈസ് നൽകേണ്ടത് അത് ചെയ്യേണ്ട വകുപ്പ് സ്വയംഭരണ സ്വഭാവമുള്ള വകുപ്പാണ് നിയമവകുപ്പ്. ഇതാണ് 2 പ്രധാന വകുപ്പുകൾ. പിന്നെ പൊതുഭരണം. ഇത് 3ഉം ഒന്നിച്ച് കയ്യിൽ വയ്ക്കുമ്പോൾ അപകടമാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. ഒരൊറ്റ തുറമുഖം സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി എടുക്കുന്നു. തുറമുഖം എടുക്കുമ്പോൾ തുറമുഖത്തിന്റെ അധിക ബാധ്യത കരാറിനകത്ത് നിയമപരമായി നിൽക്കുമോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നു. ധനപരമായി സംസ്ഥാനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നു. അത് പരിശോധിക്കേണ്ട താഴെയുള്ള ഉദ്യോഗസ്ഥരെ അദ്ദേഹം തന്നെ നിയോഗിക്കുന്നു. ഇതാണ് ഒരു ക്രോസ് ചെക്കിംഗ് മെക്കാനിസം ഭരണ സംവിധാനത്തിനകത്ത് ഉണ്ടാകണം. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ പ്രാഥമികമായ പാഠം എന്ന നിലയിലാണ് നമ്മുടെ റൂൾസ് ഓഫ് ബിസിനസ് അങ്ങനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിലേറ്റവും കീ പോസ്റ്റുകൾ 3ഉം കീ മിനിസ്ട്രി പോർട്ട്ഫോളിയോ 3ഉം കയ്യിൽ വയ്ക്കും അതിന്റെ പ്രത്യാഘാതമാണ്. അല്ലാതെ ഏതൊക്കെ വകുപ്പ് കയ്യിൽ വെച്ചാലും ഈ പ്രശ്നമില്ല. ഇപ്പൊ ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, ലേബർ ഒരാൾ കയ്യിൽ വെച്ചു, ഒരു പ്രശ്നമില്ല. കാരണം അതെല്ലാം ഇപ്പൊ ഇൻഡസ്ട്രി കൈവയ്ക്കുന്ന ഞാൻ ധനകാര്യമാണ്, ധനകാര്യത്തിലേക്ക് അയക്കണം. ഇനി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അയക്കണം. ഏത് വകുപ്പാണെങ്കിലും അവസാനം മുഖ്യമന്ത്രി കാണണം, നയപരമായ കാര്യങ്ങളാണെങ്കിൽ. അപ്പൊ അതെല്ലാം ഒറ്റാളിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ആ പ്രശ്നം പറയുമ്പോൾ അതെല്ലാം മറുപടി പറയേണ്ടത് എല്ലാവരും കൂടി സമ്മതിച്ചു. അപ്പൊ അവർ സമ്മതിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ പറയുന്ന ആളെന്ന നിലയിൽ ഭരണ നിർവഹണത്തിൽ ഇങ്ങനെ ക്രോസ് ചെക്കിന്റെ ബാലൻസിങ് മെക്കാനിസം നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ തന്നെ ഈ 3 സ്വയംഭരണ സംവിധാനം കൈകാര്യം തെറ്റാണ്, നിങ്ങളൊന്നും പഠിക്കാത്ത ആളുകളായതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്, എനിക്കിതെല്ലാം അറിയാം, അതുകൊണ്ട് ഇത് തെറ്റ് എന്ന് പറയേണ്ടയാൾ അവർ പറഞ്ഞു ഞാൻ എടുത്തു എന്ന ന്യായമാണ് ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിന് ചേരുന്നതല്ല. കാര്യങ്ങൾ പറയുമ്പോൾ ആധികാരികത ഉറപ്പുവരുത്താനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്തം ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം കാണിക്കേണ്ടതുണ്ട്. ഇല്ല, സർക്കാരിന് മുമ്പിൽ വന്നിട്ടില്ല, എന്റെ ശ്രദ്ധയിലില്ല. ഇപ്പൊ ഞങ്ങൾ വിഴിഞ്ഞം കോൺക്ലേവ് നടത്തുമ്പോൾ അവരുണ്ടായിരുന്നല്ലോ.
അവർ ആ ചർച്ചയിലെല്ലാം തന്നെ ലോജിസ്റ്റിക് പാർക്ക് അവിടുത്തെ മറ്റു കാര്യങ്ങളല്ലാതെ ഇത് ഇനി ഞാൻ പറയട്ടെ, ഒരു ഗവൺമെന്റ് ഉള്ള സമയത്ത് ചർച്ചകൾ നടത്താം, കരാർ പ്രകാരം നടത്താം. നിങ്ങൾ ഈ ചർച്ചകളുടെ ഭാഗമായി അവർ രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളൊരു എഗ്രിമെന്റിലേക്ക് പോകുന്നു. ആ എഗ്രിമെന്റ് ഒപ്പുവെച്ചതായിട്ട് സെബി അറിയിക്കുന്നു. കണ്ടീഷൻ ഉണ്ട്, സെൻട്രൽ സ്റ്റേറ്റിന്റെ ഇത് വേണം. പക്ഷെ പ്രയർ പെർമിഷനാണ്. നിങ്ങൾ എഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ടുള്ള അംഗീകാരമല്ല, റാറ്റിഫൈ ചെയ്യലല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒപ്പുവെച്ചിട്ട് അനുമതി കൊടുക്കലല്ല ചെയ്യേണ്ടത്. ഇതിന് പ്രയർ പെർമിഷൻ ഓഹരി കൈമാറ്റം കൊടുക്കാമെന്ന് പറഞ്ഞ് എഗ്രിമെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? അപ്പൊ അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ MD വന്ന് ഇത്രാം തീയതി അല്ലേ, അതിന് മുമ്പ് ദേശാമാൻ്റെ, അതാണോ മറുപടി? അല്ല, അത് എഗ്രിമെന്റ് ഒപ്പുവെക്കുമ്പോഴല്ലേ. ഇത് നമ്മൾ കാണേണ്ടത് അദാനി കമ്പനിയാണല്ലോ, അതിന് 100% ഓഹരി അദാനിക്കാണ്. ആ ഓഹരിയിൽ നിന്ന് വിഴിഞ്ഞം പോർട്ടെല്ലാം പറയുന്നത് അദാനിയുടെ കമ്പനി, നമ്മുടെ വിസിൽ വേറെയുണ്ട്. അതിൽ 26% PPP പ്രകാരം അവരുടെ കയ്യിലുണ്ട്. അതിൻ്റെ 49% കൊടുക്കുന്നു. കൊടുക്കാൻ നിലവിലുള്ള കരാറ് പ്രകാരം തടസ്സമില്ല. കൊടുക്കണമെങ്കിൽ പ്രയർ പെർമിഷൻ വേണം. പ്രയർ പെർമിഷൻ എന്നുള്ള വ്യവസ്ഥ വയ്ക്കാനുള്ള കാരണം എന്നുള്ളത് ഇത് ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. നമ്മുടെ സ്റ്റേറ്റിന് ഇപ്പം തന്നെ സ്റ്റേറ്റിൻ്റെ താല്പര്യം പരിമിതമാണ്. കാരണം 30 ഇപ്പം ഇവർക്ക് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് മുഴുവൻ പണം മുടക്കുന്നതിന് മുമ്പ് ഇത്രയും പണം കിട്ടിയില്ലേ? അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾ എഗ്രിമെന്റിൽ ഇല്ലെങ്കിലും ഭാവിയിൽ നമുക്ക് ഗുണം ചെയ്യുമെന്ന് വെച്ചിട്ടാണ് ഇടയ്ക്ക് വെച്ച് നിർത്താതെ അത് മുന്നോട്ട് പോയത്. പിന്നൊരു കാര്യം നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ അദാനി വരുന്നു, ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വരുന്നു, മറ്റ് കമ്പനികൾ വരുന്നു. അതെല്ലാം നമുക്ക് നാടിനാവശ്യം തന്നെ. അവരെങ്ങനെ വിനിയോഗിക്കാം അത് ചർച്ച ചെയ്യുമ്പോൾ തെറ്റില്ല. നമ്മുടെ വിഴിഞ്ഞം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്മിഷൻ ടെർമിനലാണ്. അന്തർദേശീയ കടൽ പാതയുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ്, നാച്ചുറലായിട്ടുള്ള ആഴമുള്ളതാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് വരണം, മറ്റെല്ലാ കാര്യങ്ങൾക്ക് തൊഴിലവസരം ഉണ്ടാക്കാൻ സഹായകരമാണ്. അപ്പോൾ അതിനെ ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ദുരൂഹതയിലാണ് പ്രശ്നം. അതിനാണ് മറുപടി പറയേണ്ടത്. അതിനു പകരം പുകമുറ സൃഷ്ടിച്ചുകൊണ്ട് ഓടിപ്പോവുക എന്ന രീതി മുഖ്യമന്ത്രി സ്ഥാനത്തിന് ചേരുന്നതല്ല.